ഒന്നാം പ്രതി ഗ്രീഷ്മയെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അതിനുള്ളിൽ എന്തോ ശ്വാസതടസ്സം പോലെ എന്തോ കാണിക്കുന്നുണ്ട് ഗ്രീഷ്മ. എന്താണെന്ന് അറിയില്ല. മുത്തശ്ശി മുത്തശ്ശി ചത്തോ? എന്നെ കൊതിപ്പിക്കരുതേ ഭഗവാനെ. എന്താടാ മടിയായില്ലേ? ഓ അല്ല, ഇവളുടെ ശ്വാസം അങ്ങ് നിന്നുപോയാൽ ഇപ്പൊ ആർക്കാ ദുഃഖം? കാണിച്ച അഭിനയം ഒന്നും പോരാഞ്ഞിട്ട് ഇരുന്ന് കഥകളി മുദ്ര കാണിക്കുന്നു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് റാങ്ക് ഹോൾഡർ ആശുപത്രിയിൽ എന്നൊരു വാർത്ത ചിലപ്പോ നാളെ ശിക്ഷാവിധിക്ക് മുന്നായിട്ട് കേൾക്കാൻ സാധ്യതയുണ്ട്. നീ ഒരു ഉപകാരം ചെയ്യോ? ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കാം. നീ ആ ഫസ്റ്റ് ഗിയർ എന്റെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കണം. പുല്ലേ പരോൾ ഇല്ലാതെ ഇവളുടെ പല്ല് കൊഴിയുന്ന പ്രായം വരെ ജയിലിൽ ചപ്പാത്തിയുടെ മാവ് കുഴപ്പിക്കണം. 100% ഞാൻ യോജിക്കുന്നു. അല്ല, ഈ ജയിൽ പുള്ളികളുടെ വകയായിട്ട് പാക്കറ്റ് ചപ്പാത്തിയൊക്കെ ഇപ്പോഴും ഇറങ്ങുന്നുണ്ടല്ലേ? എല്ലാവരും നോക്കിയും കണ്ടൊക്കെ വാങ്ങിച്ച് കഴിക്കണേ. നാക്കിറങ്ങി കേട്ടോ. അണ്ണാക്കിലോട്ട് ചൂടോടെ ഇത്തിരി കഷായം ഒഴിച്ചു കൊടുത്താൽ ചിലപ്പം നാവ് പൊങ്ങും. സ്മാർട്ട് ഗേൾ ആണെന്നുള്ള സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അവക്കിനി ആത്മവിശ്വാസത്തോടെ ബാക്കിയുള്ള കാലം ജയിലിൽ ചപ്പാത്തി വരത്താം. ഒരു വിധി കേൾക്കാൻ പൊട്ടും തൊട്ട് ദൈവത്തിനെ കണ്ട് ചന്ദനക്കുറി ഇട്ടോണ്ട് പോയേക്കുന്നു. ഭഗവാന്മാരൊക്കെ തുണിയിട്ട് മൂടിയിട്ട് അപ്പൊ താൻ തട്ടിപ്പാണല്ലേ? നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കും പുട്ടും നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ഇവൾ ആ ചെറുക്കന് കൊടുത്തതുപോലെ 2 ഗ്ലാസ് ജ്യൂസ് കൊടുത്താലും മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട.